ഹലോ കുട്ടീസ്, ഇന്ന് നമ്മൾ എവിടെയാണ്? മലരിക്കൽ. അതാണ്, ഇന്ന് നമ്മൾ മലരിക്കലാണുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ കൊത്തിക്കുറയ്ക്കുന്നതിനിടയിലാണ് മലരിക്കൽ എന്ന ആമ്പൽപ്പാടത്തെക്കുറിച്ച് ഓള് കണ്ടുപിടിച്ചത്. നേരെ എന്നോട് വന്ന് പറഞ്ഞു മലരിക്കൽ പോകണം അത്രേ. പിന്നെ ഒന്നും നോക്കിയില്ല, പിള്ളേരൊരു ആഗ്രഹം പറയുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി എടുത്ത് നേരെ കോട്ടയത്തേക്ക്. ഞങ്ങൾ യാത്ര ആരംഭിച്ചത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഭാഗത്തു നിന്നാണ്. കാക്കനാട് ഭാഗത്ത് നിന്ന് മലരിക്കലേക്ക് ഏകദേശം 65 കിലോമീറ്റർ ദൂരമുണ്ട്. 65 കിലോമീറ്റർ രാവിലെ നമുക്ക് സഞ്ചരിക്കാൻ ഏകദേശം 2 മണിക്കൂറോളം വേണ്ടി വന്നു. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് മുളന്തുരുത്തി കാഞ്ഞിരമറ്റം വഴിയും അരൂർ പൂച്ചാക്കൽ വഴിയും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാം. അമ്പൽപ്പാടത്തിലെത്തുന്നവർക്ക് പേ പാർക്കിങ്ങും ഫ്രീ പാർക്കിങ്ങും അവൈലബിൾ ആണ്. 2 വിധത്തിലുള്ള കായൽ സവാരിയാണ് സഞ്ചാരികൾക്കായി ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, മോട്ടോർ ഘടിപ്പിച്ച ബോട്ടിൽ 3.5 കിലോമീറ്റർ യാത്ര. അതിന് അവർ ഈടാക്കുന്ന തുക 1000 രൂപയാണ്. മറ്റൊന്ന് തുഴവഞ്ചി സർവീസാണ്. തുഴവഞ്ചി സർവീസ് പാടത്തിന് ഒരുപാട് ദൂരേക്ക് പോകത്തില്ല. പാടത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലായിട്ടുള്ള ആമ്പൽപ്പാടങ്ങൾ സന്ദർശിക്കാനാണ് ഉപയോഗിക്കുന്നത്. തുഴവഞ്ചിക്ക് ഇവർ ഈടാക്കുന്ന തുക പെർ ഹെഡ് 100 രൂപയാണ്. ഇത് നിങ്ങളുടെ ചോയ്സാണ്. തുഴവഞ്ചിയിൽ യാത്ര ചെയ്യണോ, ബോട്ടിൽ 3.5 കിലോമീറ്റർ യാത്ര ചെയ്യണോ എന്നുള്ളത്. തുഴവഞ്ചി സർവീസ് അവരുടെ ടൈമിംഗ് അരമണിക്കൂറും ബോട്ട് സർവീസ് 1 മണിക്കൂറുമാണ്. വീക്കെൻഡുകളിൽ താരതമ്യേന തിരക്ക് കൂടുതലായതിനാൽ സിംഗിൾ ബോട്ടുകൾ നമുക്ക് സ്വന്തമായി കിട്ടുക ബുദ്ധിമുട്ടാണ്. കൂടുതലും നമ്മൾ അത് ഷെയർ ചെയ്ത് എടുക്കേണ്ടി വരും. നിങ്ങൾ 1-2 പേരെ ഉള്ളൂ എങ്കിൽ കൂടുതലും തുഴവഞ്ചി പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സാമ്പത്തികമായ ലാഭമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ നിങ്ങൾ 3-ൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ എപ്പോഴും ബോട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പരമാവധി രാവിലെ ആമ്പൽപ്പാടത്തിൽ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റഷാകുന്നുണ്ട്. റഷായി കഴിഞ്ഞാൽ ബോട്ട് നമുക്ക് സ്വന്തമായി കിട്ടുക വളരെ 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 ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 7 മണിക്ക് മുന്നെയെങ്കിലും അവിടെ എത്തിച്ചേരാൻ ശ്രദ്ധിക്കണം. വഞ്ചിക്കാരെല്ലാം വളരെ ഫ്രണ്ട്ലി അപ്രോച്ച് ആയതിനാൽ നമുക്ക് വഞ്ചിയുടെ ഏത് ഭാഗത്തു നിന്നും ഏത് പൊസിഷനിൽ നിന്ന് വേണമെങ്കിലും ഫോട്ടോ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അത് യാത്രയിലുടനീളം ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അത് ആമ്പൽപ്പാടത്തിന് ഉള്ളിൽ കയറി ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഏത് തരത്തിൽ വേണേലും ഏത് വിധത്തിൽ വേണേലും നമുക്ക് ഫോട്ടോഷൂട്ടുകൾ നടത്താം. അതിന് വേണമെങ്കിൽ അവരുടെ ഹെൽപ്പും തരും, അവർ പാട്ടിട്ട് തരും. അങ്ങനെ വളരെയധികം ഒരു എൻജോയ്മെൻ്റ് ആക്കി നമ്മളെ അവർ ഒരു എന്താ പറയുക, ആമ്പൽപ്പാടം, ആ രാവിലത്തെ വൈബ്, ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ വഞ്ചിച്ചേട്ടൻ്റെ തള്ള്, അങ്ങനെ ഒരുപാട് 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 സന്തോഷം നൽകുന്ന ഒരു മൂവ്മെൻ്റാണ് നമുക്കവിടെ കാത്തിരിക്കുന്നത്. ഞങ്ങൾ യാത്ര ചെയ്ത സമയത്ത് ഞങ്ങൾ സൺഡേ ആണ് അവിടെ എത്തിയത്. അതിനാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ബോട്ട് കിട്ടുക എന്നുള്ളത്. സോ ഞങ്ങൾ ഞങ്ങൾ 2 ടീമായിട്ടാണ് ഞങ്ങൾ ഷെയർ ചെയ്താണ് ഒരു ബോട്ട് കയറിയത്. കാരണം ഞങ്ങൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ ടീമും 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോട്ടിൽ തന്നെ കയറണമെന്ന് നമുക്ക് വാശി പിടിച്ച് ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. അതിനാലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് ഫ്രീഡം കിട്ടണമെങ്കിൽ എപ്പോഴും നിങ്ങൾ വീക്ക് ഡേയ്സ് ചൂസ് ചെയ്യണം. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം ആമ്പൽപ്പൂ കെട്ടുകളെക്കുറിച്ചാണ്. ഈ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ആമ്പൽപ്പൂ കെട്ടുകൾ കണ്ടോ? ഇതുപോലെ ഒരെണ്ണത്തിന് 30 രൂപയാണ് വില. നമ്മൾ അവിടെ ചെല്ലുന്ന പാടെ ഒരുപാട് ആളുകൾ ആമ്പൽപ്പൂ കെട്ടുകളുമായി നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ കയ്യിൽ നിന്നും ആമ്പൽപ്പൂ കെട്ടുകൾ വാങ്ങുകയും ഫോട്ടോഷൂട്ടിന് ഉപകരിക്കുകയും ചെയ്യും. പാടത്തു നിന്നും ഇതുപോലെ ആമ്പൽപ്പൂക്കൾ പറിക്കുന്നതിന് ഇതുവരെയും യാതൊരു റെസ്ട്രിക്ഷൻസും അവിടെ ഇല്ലെങ്കിലും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇന്തമാതിരി കുരുപ്പുകൾ അതിന് സമ്മതിക്കില്ല. പിന്നെ ഒരു ആമ്പൽപ്പൂ പറിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യം എന്താണോ എന്ന് വെച്ചാൽ അത് ചെയ്യുക. അങ്ങനെ 1 മണിക്കൂറത്തെ കായൽ സവാരിയും ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് വളരെ വളരെ സന്തോഷമായി ഞങ്ങൾ 3 പേരും തീരത്തേക്ക് മടങ്ങുകയാണ്. മലരിക്കൽ സവാരിയുമായി ബന്ധപ്പെട്ട ഏതു തരത്തിലുള്ള എൻക്വയറീസും നിങ്ങൾക്ക് കമൻ്റായി ഈ വീഡിയോയിൽ രേഖപ്പെടുത്താം. തീർച്ചയായും ഞാനതിന് എന്നാൽ കഴിയുന്ന വിധം റിപ്ലൈ ചെയ്യുന്നതാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, പരമാവധി രാവിലെ അവിടെ എത്തിച്ചേരണമെന്ന് പറയുന്നത് ആളുകളുടെ തിരക്കുകൾ കൊണ്ട് മാത്രമല്ല,
സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, വെയിൽ ആയിക്കഴിഞ്ഞാൽ ആമ്പൽപ്പൂക്കളെല്ലാം വാടി ആ ഭംഗി നഷ്ടപ്പെടും. ആമ്പൽപ്പാടത്തിൻ്റെ ആ ഭംഗി നഷ്ടപ്പെടും. അതിനാലാണ് പരമാവധി രാവിലെ എല്ലാവരും അവിടെ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആമ്പൽപ്പാടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ പറ്റൂ എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.